പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ടി.എം. ഗോപിനാഥ് പിള്ളൈ. നമ്മുടെ നാട്ടിൽ പ്രമേഹമുള്ളവർ ധാരാളമായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ പ്രമേഹ രോഗ നിയന്ത്രണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഡയറ്റ് കൺട്രോൾ അല്ലെ ആഹാര നിയന്ത്രണമാണ്. ആഹാര നിയന്ത്രണത്തിൽ തന്നെ നമ്മൾ മലയാളികൾ ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ചോറാണ്. പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ചോറാണ് പ്രമേഹത്തിൻ്റെ വില്ലൻ എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ പ്രമേഹ രോഗികൾ ചോറിൻ്റെ അളവ് കുറയ്ക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതരിയുടെ ചോറ് കഴിക്കണം എന്നുള്ളതാണ്. തവിടുള്ള അരിയുടെ ചോറാണ് ഏറ്റവും നല്ലത് എന്നാണ് ഇന്ന് പൊതുവേ അംഗീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് മിക്കപ്പോഴും തവിടുള്ള അരിയുടെ ചോറാണ് പല പ്രമേഹ രോഗികളും കഴിക്കുന്നത്. പക്ഷേ ഒരു നല്ല ശതമാനം പ്രമേഹ രോഗികളും അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറില്ല. എങ്കിലും ഈ തവിടുള്ള കുത്തരി അല്ലെങ്കിൽ തവിടുള്ള അരി കഴിക്കണം എന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ തവിടുള്ള അരി ഡെവലപ്പ് ചെയ്യുവാൻ പല റിസർച്ചുകളും നടക്കുന്നുണ്ട്. പല പുതിയ ഇനം അരികളും ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ്. അങ്ങനെയുള്ള പല പുതിയ നെൽവിത്തുകളും നമ്മുടെ നാട്ടിൽ ഇന്ന് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഈ പുതിയ തരം അരികൾ, അതായത് തവിടുള്ള അരികൾ, അത് എല്ലാവരും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളെല്ലാവരും അതനുസരിച്ച് തവിടുള്ള അരിയുടെ ചോറ് കഴിക്കുകയാണ് തീർച്ചയായിട്ടും നല്ലത്. അപ്പോൾ പലതരത്തിലുള്ളവ ഇന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ബസുമതി അരിയാണ്. ഈ പല അരികളിൽ ലഭ്യമാണെങ്കിലും ബസുമതി അരിക്കാണ് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഏറ്റവും കുറവായിട്ടുള്ളത്. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റ് അല്ലെ അന്നജം എത്ര വേഗത്തിലാണ് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയായിട്ട് മാറുന്നു എന്ന് കാണിക്കുന്ന ഒരു ഇൻഡെക്സാണ്. അത് സാധാരണഗതിയിൽ കുറഞ്ഞ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ 55-ൽ താഴെ ഇരിക്കണം. കൂടിയതെന്ന് പറയുന്നത് 70-ൽ കൂടുതലുള്ളപ്പോഴാണ്. അപ്പോൾ ഈ ബസുമതി അരിയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഏതാണ്ട് 55-60 ഉള്ളൂ. അപ്പോൾ അത് ഏറ്റവും കുറഞ്ഞ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള അരിയാണ്. ബസുമതി അരിയെപ്പറ്റി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. മറ്റൊരരിയാണ് പൊന്നി റൈസ് എന്ന് പറയുന്നത്. അത് തമിഴ്നാട്ടിൽ ഡെവലപ്പ് ചെയ്ത ഒരരിയാണ്. അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. പിന്നെ മൂന്നാമത് വേറൊരിയുണ്ട്, ഞവര അരി. അത് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കാം. ഈ ഞവര അരി കേരളത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരു റൈസാണ്. അതിൻ്റെയും ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. പിന്നെ ബാർലി അരിയെപ്പറ്റി നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കാം. അത് നമ്മൾ മെഡിസിനൽ വാല്യൂ ഉള്ള ഒരരിയാണ്. അതിനകത്ത് ധാരാളം നാരുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സും കുറവാണ്. അപ്പോൾ ബാർലി അരി കൊണ്ടുള്ള ചോറ് നമുക്ക് വളരെ നല്ലതാണ്. പണ്ട് കാലം മുതലേ നമ്മൾ ആയുർവേദത്തിലുമൊക്കെ നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ബാർലി അരി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് മട്ട റൈസാണ്. ഈ മട്ട റൈസിനെ പറ്റി നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ട്. ഈ മട്ട റൈസിനകത്ത് നാരുകൾ കൂടുതലുണ്ട്. അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. ഈ നാരുകൾ കൂടുതലുള്ളതുകൊണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ അത് സഹായിക്കും. പിന്നെ നാരുകൾ കൂടുതലുള്ളതുകൊണ്ട് അതിൻ്റെ രക്തത്തിലെ പഞ്ചസാരയെ അത് പെട്ടെന്ന് ഉയർത്തുകയില്ല. അപ്പോൾ മട്ട റൈസ് കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാരയുടെ ലെവല് പതുക്കെ ഉയരുകയുള്ളൂ. അപ്പോൾ അത് നമ്മുടെ പാങ്ക്രിയാസിനൊക്കെ അല്പം വിശ്രമത്തിന് സമയം കിട്ടും. പതുക്കെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചാൽ മതി. അപ്പോൾ ഈ മട്ട റൈസും വളരെ നല്ലതാണ്. പിന്നെ മറ്റൊരരിയാണ് പൊക്കാളി റൈസ് എന്ന് പറയും. ഇത് നമ്മളിന്ന് കേരളത്തിലെ പല ഡിസ്ട്രിക്റ്റുകളിലും ഇന്ന് വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇത് വളരെ പൊക്കത്തിൽ വളർന്ന് ആടിക്കൊണ്ടിരിക്കുന്ന ഒരു നെൽവിത്താണ്. അതുകൊണ്ടാണ് ഇതിനെ പൊക്കാളി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. നാരുകൾ കൂടുതലുണ്ട്. അത് നമ്മുടെ പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാവുന്ന ഏറ്റവും നല്ല ഒരു അരിയാണ്. അതാണ് പൊക്കാളി അരി എന്നാണ് അതിന് പറയുന്നത്. നമ്മുടെ കോട്ടയം ജില്ലയിൽ പോലും ഇത് ഇന്ന് പല കൃഷി സ്ഥലങ്ങളിലും ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ പൊക്കാളി അരി കൂടാതെ മറ്റു പല അരികളും ഇന്ന് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ജയ അരി മറ്റൊന്നാണ്. ഇങ്ങനെ പല പേരുകളിലും പുതിയ നെല്ലിനങ്ങൾ ഇന്ന് പുതിയതായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടെത്തുന്നുണ്ട്. തവിടോട് കൂടിയ അരിയാണ് ഏറ്റവും നല്ലത് എന്ന ഒരു വിശ്വാസം ഇന്ന് കൂടുതലായിട്ട് പ്രമേഹ രോഗികൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തവിടുള്ള ഇങ്ങനെ വിവിധ തരം അരികൾക്ക് ഇന്ന് കൂടുതൽ ആവശ്യക്കാർ വരുന്നു. അപ്പോൾ അത് കൂടുതൽ പുതിയ നെൽവിത്തുകൾ കണ്ടുപിടിക്കുന്നു.
അവയുടെ വ്യാപനം അല്ലെങ്കിൽ അവ പല കടകളിലും ഇന്ന് ലഭ്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തവിടിന് ഇത്രയധികം പ്രാധാന്യം? ഈ തവിടുള്ള കുത്തിരി ഉപയോഗിക്കണം എന്നാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയാറുള്ളത്. കാരണം ഈ തവിടുള്ള കുത്തിരിയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് 50 അല്ലെങ്കിൽ 55 ഉള്ളൂ. ബസുമതി അരിയുടെ നമ്മൾ പറഞ്ഞു ഏതാണ്ട് 55 മുതൽ 60 വരെയാണ്. അതേസമയത്ത് നമ്മൾ വെളുത്ത അരി കേട്ടിട്ടുണ്ട്. ഈ വെളുത്ത അരിയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് 60 മുതൽ 70 വരെയാണ്. അപ്പോൾ ഈ വെളുത്ത അരിയാണ് നമ്മൾ പ്രധാനമായിട്ടും പല ആൾക്കാരും ഉപയോഗിക്കുന്നത്. പല പ്രമേഹ രോഗികളും വെളുത്ത അരിയുടെ ചോറാണ് നല്ലത് എന്ന് വെച്ച് വെളുത്ത അരിയുടെ ചോറ് കഴിക്കുന്നവരുണ്ട്. അത് 2ഉം 3ഉം പ്രാവശ്യം ചിലപ്പോൾ കഴിക്കുന്നവരുണ്ട്. അതുകൂടാതെ തന്നെ ഈ വെളുത്ത അരി നമ്മൾ പലപ്പോഴും നമ്മൾ മറ്റു പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ അത് വെളുത്ത അരിയുടെ അരയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ വെളുത്ത അരിയുടെ പൊടി കൊണ്ടാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെളുത്ത അരി നമ്മുടെ അടുക്കളയിൽ ഒഴിച്ചു കൂട്ടാത്ത ഒരു പദാർത്ഥം തന്നെയാണ്. അപ്പോൾ പലതരത്തിലും അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഈ വെളുത്ത അരി കൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് അതിനകത്ത് തവിടില്ല, അതിനകത്ത് നാരുകളില്ല, അതിനകത്ത് വൈറ്റമിൻസ് ഇല്ല, അതിനകത്ത് മിനറൽസ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള തവിടില്ലാത്ത അരിയുടെ ചോറാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ, അല്ലെ അതുകൊണ്ടുള്ള പലഹാരങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനോടൊപ്പം തന്നെ അല്പം തവിടുള്ള അല്പം നാരുകൾ കൂടുതലുള്ള വെജിറ്റബിൾസ് കൂടുതലായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തുക. വെജിറ്റബിൾസ് ഉൾപ്പെടുത്താം, പയറ് വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താം, മത്സ്യം ഏറ്റവും നല്ലതാണ്, മുട്ട ഏറ്റവും നല്ലതാണ്, ചിക്കൻ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രോട്ടീനും അതുപോലെ തന്നെ മറ്റു പോഷകങ്ങളും ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടി ഈ വെളുത്ത ചോറിനോടൊപ്പം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആ വെളുത്ത ചോറിൻ്റെ കൂടിയ ഗ്ലൈസീമിക് ഇൻഡെക്സ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ പ്രമേഹ രോഗികൾ ഇത് അരി സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പുതിയ തരം അരികൾ, അതായത് തവിടോട് കൂടിയ അരികൾ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യുക. സാധാരണ പച്ചരി, അതുപോലെ തന്നെ സാധാരണ ചാക്കരി, സാധാരണ കുത്തിരി, ഇവ മൂന്നും നമ്മൾക്ക് തവിടില്ലാത്തതാണ് എന്ന് എല്ലാ പ്രമേഹ രോഗികളും മനസ്സിലാക്കണം. തവിടുള്ള അരിയുടെ ചോറ് മാത്രമേ അവർ കഴിക്കാവുള്ളൂ. അത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അതായത് അവരുടെ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിച്ച് നിർത്തുവാൻ എല്ലാ പ്രമേഹ രോഗികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് തവിടുള്ള കുത്തിരിയുടെ ചോറോ അല്ലെ തവിടുള്ള മറ്റ് അരിവർഗ്ഗങ്ങളോ ഉപയോഗിക്കുക. ഈ മറ്റരിവർഗ്ഗങ്ങളെ പറ്റിയാണ് നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്ത്. അത് പലതരത്തിലുള്ളതുണ്ട്. ബസുമതി അരി പറഞ്ഞു, അതുപോലെ തന്നെ ഞവര അരി പറഞ്ഞു, അതുപോലെ തന്നെ മട്ടയരി പറഞ്ഞു, പൊക്കാളി അരി പറഞ്ഞു. ഇങ്ങനെ പല അരികളിലും നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വിവരങ്ങൾ എല്ലാ പ്രമേഹ രോഗികൾക്കും വളരെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.